പക്കലളിയാ. എടാ മനസ്സു, ഐവി ട്രിപ്പ് കൺഫേംഡ്. ഓ, നീ ഇവിടെ കിടക്കായിരുന്നല്ലോ എന്റെ മുത്തേ. അതെ അതെ, അപ്പിന് വേറെ മേടിക്കേണ്ടി വന്നില്ലല്ലേ? ഒന്ന് പോടാ, നിനക്ക് ഇതിനെ കുറിച്ച് എന്തറിയാ? അതായത് അജു, മാസത്തിൽ 4 ആഴ്ച, അത് 2 ആഴ്ച ഇങ്ങനെ, പിന്നത്തെ 2 ആഴ്ച ഇതിങ്ങനെ. കുറച്ച് കുട്ടിക്കൂറ പൗഡറും കൂടി ഇട്ട സംഗതി ഉഷാർ. മിച്ച് മോനെ, എന്റെ അളിയ എത്ര നാളെ ഇവിടെ വളയ്ക്കാൻ നോക്കിട്ട് ഒരു രക്ഷയില്ലല്ലോ. ഡപ്പോളെ ഈ മനസ്സിൽ അവിടെ പോയി കിടക്ക, എന്തൊരു നേരം പോയിട്ട്. അവന്റെ കാര്യം നീ പേടിക്കണ്ട, അവൻ പറഞ്ഞതാ. ഓവേ, ഞാൻ പറഞ്ഞില്ലേ അവൻ വന്ന്. നീ പോയി വല്ലർന്നടക്ക കിട്ടിയ പണ്ടാർക്കാലിന് സാധനം കിട്ടിയാ? സാധനം വാങ്ങാൻ പോയതേ മൻസൂറാണ്, നിന്റെ ബാബ പല്ലി ഭാസ്കരനല്ല. അതൊക്കെ വിട്, നീ ഇത് പറ, നാളെ സാധനം എങ്ങനെ കിട്ടും? അതൊക്കെ വിട്ടു മച്ചാനെ, ഞാനില്ലേ നാളെ ഞാൻ മഞ്ജുവിനെ പിന്നെ ഒളിപ്പിച്ചടക്കാനല്ലേ? നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട. ആ ജോർജ് മാഷ കൂടെ വരുന്നത് അറിഞ്ഞിരുന്നില്ല. ഉണ്ണി ഉറങ്ങിയില്ലാന്ന് അറിഞ്ഞിരുന്നില്ല. ഒന്ന് പോയടാ മുരിച്ചക്ക. എനിക്ക് പൂജ മന്ത്രം അല്ലാണ്ട് വേറെ എന്തെല്ലാം അറിയോടാ? ഒന്ന് പോയി കിടന്ന് ഉറങ്ങിടക്ക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ. കാലത്ത് തന്നെ നേരം നിനക്കുറക്കൊന്നുമില്ലടാ. പോണല്ലേ പിന്നെ എന്ത്? ഞാൻ ഈ ട്രിപ്പ് പോവല്ലേ, പിന്നെ അങ്ങനെ ഉറക്കം വരുന്നു. അപ്പൊ ഇന്ന് പൊളിക്കല്ലേ മച്ചാനെ? അതൊക്കെ നമുക്ക് വിളിക്കാം. നീ ആദ്യം മുണ്ടെടുക്ക്. സാധനം സേഫ് അല്ലേ? ആടാ, ജോർജ് അല്ല, അവന്റെ അപ്പം വന്നാലും സാധനം കിട്ടും. സമയടെ അവിടെ പോവാടാ. ഒരു 5 മിനിറ്റ് ഇപ്പൊ പോവാ. നീ ഒന്ന് വന്നേ, ഞാൻ പോവാ. സുശാന്ത, നീ വരണ്ട, അല്ലെങ്കിൽ നിന്റെ ഐവി പൂജ വരെ തന്നെ ആവട്ടാ. പോളെ നീ നോക്കിയടാ, അജു പ്രാർത്ഥിക്കണ്ട. ആരോട് പ്രാർത്ഥിക്കണത്? സമയം കുറയില്ല, അവനെ കാണില്ലല്ലോ. ഓ വന്നാ ഒരു നല്ല കാര്യത്തിനൊക്കെ പോവല്ലേ, ഗുരുക്കന്മാരെ അനുഗ്രഹം വേണ്ടേ? നീ ഇങ്ങനെ അനുഗ്രഹം മേടിച്ചിട്ട് നടന്നോ? അവിടെ നിന്റെ പെണ്ണേ അനുഗ്രഹം വാരിക്കൊരുക്കി കൊടുക്കണ്ട്. കാണില്ല, വിളിച്ചേക്കാനെ. വല്ലപ്പോഴും റീചാർജ് ചെയ്ത് തുടങ്ങി നിനക്ക്. മനസ്സ് നീ ഇങ്ങോട്ട് വന്നേ, പെണ്ണിനോട് സംസാരിക്കാണ്ട് സമയാവന്. ബസ് വന്നിട്ട് ഇത്ര നേരായില്ലേ? ആ നമ്പർ ചെക്കനൊന്ന് വിളിച്ചോക്കെ നീ.
സുശാന്ത നീ ഇതെവിടെ പോയി കിടക്കണ്? ഇവിടെ ബസ് ഒന്നല്ല. ആ നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പൂനെ ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് പോയോ? ആ ശരി. നീ ഇതെവിടെ പോയി കിടക്കുന്നത് ഇത്ര നേരം? ഒരു ട്രിപ്പൊക്കെ പോവല്ലേ, വഴിപാട് കഴിക്കാന്ന് വെച്ചു. വഴിപാടാ? കാട്ടാളൻ ജോർജ് ഉണ്ട്. ഇപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഓരോരുത്തരോട് കയറിക്കോളൂ. ഓക്കെ, കയറി 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 കയറി. ഞാൻ എപ്പോഴാ പറഞ്ഞല്ലേ ഇയാൾ ബാഗൊന്നും ചെക്ക് ചെയ്യില്ല. നിക്ക് നിക്ക് നിക്ക്, കയറല്ലേ. ആ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ബാഗ് എടുക്ക്, നോക്കട്ടെ. വരൂ തുറക്കത്, വേഗം തുറക്കടാ. സുഭാഷായി. എന്താണത്? സാറേ ചുമേടം വരുന്ന സാറേ. ചുമക്കുള്ള മരുന്നോ? ശരിക്ക് തരാടേ. നിന്റെ ബാഗിൽ നോക്കട്ടാ. ബാഗിലൊന്നുമില്ല സാറേ. ബാഗിലൊന്നും ഇല്ലെങ്കിൽ നിന്റെ കയ്യിലുണ്ടോ? നിന്റെ മോൻ കണ്ടിട്ട് എന്തോ ലക്ഷണക്കുറവുണ്ടല്ലോ. ഒന്ന് ചാടിയടാ. ചാടാനാ? ഒന്ന് ചാടറാ. ചാടാൻ പറ്റില്ല സാറേ. എന്താന്ന് ചാടറാ? വേണ്ട സാറേ. നീ എടുക്കണോ ഞാൻ എടുക്കണോ? ഇതൊക്കെയാണ് കയ്യിലിരിപ്പല്ലേ? കളിക്കണ്. ഞാൻ കാണിച്ചു തരടാ. നിന്റെ ബാഗിലോടാ? ഏയ് ഇല്ല സാറേ, നീ എടുക്ക്. എന്റെ ബാഗിലൊന്നും. നീ എടുത്ത് ഞാൻ നോക്കട്ടെ. തുറക്ക്. നിന്നെ എനിക്ക് വലിയ വിശ്വാസമാണ്. എന്നാലും ഇവരുടെ കൂടെ അല്ലേ നടപ്പ്. ഇതെന്താടത്? ടൂറ് പോകുമ്പോ നീ ബുക്കൊക്കെ ആയിട്ടാണോ പോകുന്നത്? ഡൗട്ട് വല്ലോണ്ടേ ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടാ സാർ. വേറെ വല്ലോണ്ട് നീ? സാമ്പാണെങ്കിൽ ഇതോടെ വെച്ചിട്ട് പോവാം സാർ. ഓക്കെ, വെച്ചോളൂ. ചെല്ലി വേഗാട്ടെ. കേറ്. ഓ എന്റെ ഒരു മുടി. ഓ ശരി. പോയി എല്ലാം പോയി. എന്താളിയാ? എന്റെ കുട്ടി കാണേ വിദ്യാകട്ടെ വിദ്യ. ഒന്ന് പോയടാ. എടാ എടാ പോളെ, എന്താടാ എന്താടാ നിങ്ങളുടെയൊക്കെ നീ പ്രശ്നം? കണ്ടതല്ലോ ഒക്കെ സാധനം സാറ് കൊണ്ടുപോയി. ഇനി എന്തിനാ ഈ ഐവി ട്രിപ്പ്? എടാ വെള്ളം അടിക്കാനൊക്കെയാണോടാ ഐ വി ട്രിപ്പ് പോകുന്നത്? ഒന്ന് പോയടാ സുശാന്ത. എടാ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? മദ്യം ശരീരത്തിന് ഹാനികരമല്ലേ? നീ പുസ്തകത്തിൽ 265 പേജ് എന്നത് വായിച്ചു, മനസ്സിനൊരു സമാധാനം കിട്ടും. അജു, നീ ഇവനെ കൊല്ലണോ അതോ ഞാൻ ഇവനെ കൊല്ലണോ? സുശാന്ത് പോകണ്ട നീ. ഡാ നീ ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് നിനക്ക് മനസ്സിന് സമാധാനം കിട്ടിയില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അളിയാ